പൃഥ്വിരാജേട്ടന് ബേസിലായിരുന്നു അവരുടെയൊക്കെ മറ്റൊരു ഐക്കോണിക് സ്മൈൽ സാധനം ഉണ്ടല്ലോ. അത് കുറച്ചുകൂടി ഇതായിട്ട് വരും. ബേസിലാണെങ്കിൽ പോകും. ഓരോ പരിപാടികൾ ചെയ്യുമ്പോൾ നമുക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ഇഷ്ടംപോലെ. ഞാൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്കയുടെ പ്രിയപുത്രൻ ദുൽഖറിന്റെ ശബ്ദം ചെയ്യാൻ കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പറ്റിപ്പോയതാ. 8 വർഷമായിട്ട് ഫീൽഡിൽ നിൽക്കണമെങ്കിൽ ഉടായ്പ കാണിച്ചാൽ നിൽക്കാൻ പറ്റത്തില്ല. പണിയെടുക്കണം, പണിയെടുത്തോണ്ട് മാത്രം. നീ സിനിമയിലേക്ക് വാ, ആ പട്ട വെച്ച് നിന്നെ കാണിച്ചു തരാം ഞങ്ങൾ ആരാണ്. എന്നെ ഇപ്പം ടാർഗറ്റ് ചെയ്തേക്കണത് നമ്മുടെ മറ്റേ ഇവരാണ്. നമ്മുടെ ഞാൻ സുരേഷ് ഗോപിനെ കളിയാക്കിയിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിലോട്ട് അത് പറയല്ലേ. എന്നെ ഭീഷണി വരെ ചെയ്തു. പിന്നെ ഞങ്ങൾ തെരുവിൽ നേരിടും. ഞാൻ പറഞ്ഞ് എന്റെ മുന്നേട്ടെ നമുക്ക് രാഷ്ട്രീയപരമായിട്ടല്ല, ഞാനിത് തമാശ. എന്നാ എന്താണെന്നറിയില്ല, ഞാൻ സണ്ണീവേന്റെ ഫണ്ട് അപ്പ് ചെയ്യാറുണ്ട്, വിഷ്ണു ചേട്ടന്റെ ഫണ്ട് അപ്പ് ചെയ്യാറുണ്ട്, കുറെ പേർ ഫണ്ട് അപ്പ് ചെയ്യാറുണ്ട്. സുരേഷ് ജിയുടെ ഞാൻ എന്തിട്ടാലും 1 മില്യൺ അടിക്കും. ഇപ്പൊ ഞാൻ റീസെന്റ് ആണെങ്കിൽ ഞാൻ ചോദിക്കാതിരിക്കുമായിരുന്നു, സുരേഷ് ചേട്ടനെ ആണെങ്കിൽ ഫണ്ടപ്പിനകത്ത് കുറെ ടാർഗറ്റ് ചെയ്ത് കാണുന്നുണ്ട്. സുരേഷ് ചേട്ടൻ്റെ എന്തെങ്കിലും റെസ്പോൺസോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും വന്നോന്ന് ചോദിക്കാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല ഞാൻ. കാരണം എന്താ വെച്ചാൽ എന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ അറിയാം, ഞാൻ ദിലീപേട്ടനെ കളിയാക്കി വീഡിയോ ഇടാറുണ്ട്. കളിയാക്കി നല്ല ഫണ്ട് അപ്പ് വീഡിയോ ഇടാറുണ്ട്, ബേസിലിന് ഇടാറുണ്ട്, ടോവിനോ ഇടാറുണ്ട്, സണ്ണി വെയിൻ ചെയ്തിട്ടുണ്ട്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചെയ്തിട്ടുണ്ട്, വിനയ് ഫോർട്ട് ചെയ്തിട്ടുണ്ട്, സൗബിക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പൃഥ്വിരാജ്, ലാലേട്ടൻ അടക്കം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പൊ അതിന് നല്ല റീച്ച് കിട്ടുന്നുണ്ടായിരിക്കും. കൂടുതൽ ഫീൽഡിൽ സുരേഷ് ഗോപിയുടെ അടക്കുന്നത്. അത് ഞാൻ മറ്റേ ബാലയ്യയുടെ വരെ ഞാൻ ഡബ് കിട്ടും ഫണ്ട് ഡബ്. അതുപോലും ഇത്രയില്ല. കാരണം സുരേഷ് ചേട്ടൻ്റെ അത്ര എൻ്റെ ആളുകളിലേക്ക് കണക്റ്റഡ് ആവുന്നതുകൊണ്ടാവാം മേ ബി. ഞാൻ ദൈവത്തെ ഓർത്ത് ഞാൻ സുരേഷ് ഗോപിനെ, എനിക്ക് നമ്മളൊക്കെ ചെറുപ്പകാലം നമ്മൾ അത്രയും ഒരു ഉഷാറാക്കി തന്ന ആക്ടർ. ഞാൻ ഒരിക്കലും പുള്ളിനെ ഇൻസൾട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പുള്ളിനെ ടാർഗറ്റ് ചെയ്യാനായിട്ടോ പൊളിറ്റിക്കലി ഒന്നും മിമിക്സിൽ പൊളിറ്റിക്സ് കൊണ്ടുവരാറില്ല ഒരിക്കലും. ഞാൻ എൻ്റെ രാഷ്ട്രീയം എനിക്ക് പറയേണ്ട സമയമായിട്ടില്ല, പറയേണ്ട സമയം പറയണമെന്നുണ്ട്. ഇപ്പോൾ പുള്ളിയുടെ രാഷ്ട്രീയം പറഞ്ഞ് ഞാൻ ഒരിക്കലും അതിനോട് എനിക്ക് ആ വ്യക്തിനല്ലേ. നമ്മളിപ്പം സുരേഷ് ഗോപി BJP താമര ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചുകൊണ്ട് പുള്ളിനെ വെറുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അയാളുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ നോക്കിയാൽ മതി. നേരെ മറിച്ച് നമ്മൾ അദ്ദേഹത്തിന്റെ സിനിമ കണ്ടാ ഇഷ്ടപ്പെട്ടു, ഓട്ടോമാറ്റിക്കലി ഞാൻ അതേ നോക്കുന്നുള്ളൂ. നമുക്ക് പുള്ളി എന്ന് പറഞ്ഞ വ്യക്തിയോട് യാതൊരു എതിർപ്പുമില്ല. പിന്നെ മിമിക്രിയാണ്, അതിങ്ങനെയാണ്, അതുകൊണ്ട് ചെയ്തതാണ്. അല്ലാതെ എന്നെ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞൊക്കെ എനിക്ക് മെസ്സേജ് വരാറുണ്ട് രാത്രി. എനിക്ക് പേഴ്സണലി അറിയാവുന്ന വേറെ ആൾക്കാരുണ്ട്. മൂവി ഇൻഡസ്ട്രി തന്നെയുള്ള ചില ആൾക്കാരും സുരേഷ് ഗോപി ചേട്ടനെ പറ്റി എന്തെങ്കിലും പണ്ടത്തെ സാധനമൊക്കെ റിവീൽ ചെയ്യുമ്പോൾ സുരേഷ് ചേട്ടൻ എന്നിട്ട് ഇവർ തമ്മിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഇവർ തമ്മിൽ കോൺടാക്ട് ചെയ്തിട്ട് വേറെ ആൾക്കാർ വിളിക്കും, പാർട്ടി ബേസിൽ നിന്നൊക്കെ വിളി വരും, ഇങ്ങനെയാണ് നിന്നെ പുറത്ത് വെച്ച് കിട്ടുമ്പോൾ ഇതാണ് അതാണെന്നൊക്കെ പറയും. സുരേഷ് ചേട്ടനെ വിളിക്കുമ്പോൾ സുരേഷ് ആദ്യം ചെയ്തതല്ലേ, അത് കാര്യം ഇതിനകത്ത് പറഞ്ഞതല്ലേ ഉള്ളൂ, പുള്ളിക്ക് കുഴപ്പമില്ല. അതാണ് ഇത്. എൻ്റെ അടുത്ത് ഒരു പുള്ളി പേര് ഞാൻ മറന്നുപോയി, പുള്ളി ഇനടിയിട്ടേക്ക് ഇവൻ്റെ തന്തയുടെ നല്ല അവസ്ഥ എന്ന് ഓർത്ത് നോക്കി. അപ്പം ഞാൻ ചോദിച്ചു കമൻറ്റ് ഇട്ടവൻ്റെ തന്തയുടെ നല്ല അവസ്ഥ. ഞാൻ കയറി പിടിച്ച്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പിടിച്ചിട്ട് കൂടെ പറഞ്ഞു നീ സിനിമയിലേക്ക് വാ, ആ പട്ട വെച്ച് നിന്നെ കാണിച്ചു തരാം ഞങ്ങൾ ആരാണ്. അപ്പം അറിയാം ലൈക്ക് എന്താണ് എൻ്റെ എയിം, എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ശത്രുക്കളാണ് മൊത്തം ശത്രുക്കളാണ്. പക്ഷെ നമുക്ക് നമ്മുടെ പണി ഇതാ. ഞാൻ പറഞ്ഞ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ 8 വർഷമായിട്ട് ഫീൽഡിൽ നിൽക്കണമെങ്കിൽ ഉടായ്പ കാണിച്ചാൽ നിൽക്കാൻ പറ്റത്തില്ല. പണിയെടുക്കണം, പണിയെടുത്തോണ്ട് മാത്രം. പിന്നെ സോഷ്യൽ മീഡിയ വേറൊരു ലോകമാണ്. സോഷ്യൽ മീഡിയ കാണുന്ന എനിക്കെൻ്റെ മനസാക്ഷി തൊട്ട് പറയാൻ പറ്റും, ഞാൻ സ്റ്റേജിൽ ചെയ്യുന്ന എൻ്റെ പെർഫോമൻസിൻ്റെ 1 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരൊറ്റ വീഡിയോ പോലും ഞാനിതുവരെ എൻ്റെ സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഇട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പരിപാടി ഇതിപ്പോഴും മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് എൻ്റെ ഇത് ബുദ്ധി അത് പലരും ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വൗ ഫാക്ടറില്ല. ഇതല്ല ഞാൻ സ്റ്റേജിൽ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ചിലപ്പം ആൾക്കാർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സ്റ്റേജിൽ പോയിരിക്കുമ്പോൾ നമ്മൾ പരിപാടി സ്ഥലത്ത് പോയിട്ട് ആരാ ഇത് അശ്വന്ത് അനിൽകുമാർ ആരാണ്, അപ്പം നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് പെർഫോമൻസ് കഴിയുന്നവരെ വരെ ചോദിക്കുള്ളൂ. ഇതുവരെ അങ്ങനെ എന്നെ പിന്നെ മറക്കൂല. കാരണം എനിക്ക് പരിപാടി പൊളിഞ്ഞു പോയ പരിപാടിയുണ്ട്, പക്ഷെ തുടക്ക സമയത്താണ്. പിന്നെ എനിക്ക് പറയണമെന്നില്ല, നമ്മൾ അത്രത്തോളം അതിന് വേണ്ടി എഫേർട്ട് ഇട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആ ഒരു സ്റ്റേജ് ഷോയുടെ കണ്ടന്റ് ഇട്ട ആ ഒരു വാവ് ഫാക്ടർ പോകും ഉറപ്പായിട്ടും. ഞാനത് പിന്നെ അവരത് കണ്ടിട്ട് വരുവാണ്. ഇങ്ങനെ കൈയടിക്കേണ്ട ഒരാൾ പിന്നെ കാണുമ്പോൾ ഞങ്ങൾ കണ്ടതാ കൊള്ളാം എന്നുള്ള സാധനമാകും. എനിക്ക് ഓൾറെഡി അറിയാവുന്ന അതുകൊണ്ട് അത് നമ്മൾ കണ്ടതാണല്ലോ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഇടാറില്ല. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഒരു വട്ടം ഒരു സ്റ്റേജ് ചെയ്ത പെർഫോമൻസ് വീണ്ടും ഞാൻ ചെയ്യത്തില്ല. അങ്ങനെ റിപ്പീറ്റേഷൻ കൊടുക്കാറില്ല, മാറ്റിക്കൊണ്ടിരിക്കും.
ഈ ഫീൽഡിൽ പിടിച്ച് ടൈറ്റല്ലേ പറഞ്ഞ പോലെ 3 പേരൊക്കെ നിൽക്കില്ലേ, അതുകൊണ്ട് കാര്യങ്ങൾ നടക്കണ്ടേ. ഇപ്പം ഡേ ബൈ ഡേ ഓരോ ആൾക്കാർ കയറി കയറി വരും. ഉറപ്പായിട്ടും ഇനിയൊക്കെ 10 വർഷത്തിനുള്ളിൽ ഈ സാധനം ഭയങ്കര കോമൺ ആയി മാറും. ചേച്ചിമാരും ചേട്ടന്മാരും വരെ മിമിക്രി ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മള് ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസിനെ കാണാൻ പറ്റിയ തന്നെ കോമഡി ഉത്സവം എന്നുള്ളത്. അതെ 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 കോമഡി ഉത്സവം കുറെ പേർക്ക് ഒരു ബ്രേക്ക് ത്രൂ ആയി. ഞാൻ മിഥിലാജ് സാറായിരുന്നു ഡയറക്ടർ. ഇനിയിപ്പം ചേട്ടൻ കുറച്ച് മിക്സ് ഓഫ് ആക്ടേഴ്സിനെ വെച്ചിട്ട് പാട്ടുകളും സംഭവങ്ങളും ഒക്കെ ചെയ്തു. അപ്പം അതേപോലെ എന്തെങ്കിലും ഒരു പാട്ട് അത് ട്രാക്ക് ഇട്ട് പാടിയില്ലെങ്കിൽ അത് ഇതാവും. അതല്ല ഇപ്പം മിന്നലുള്ള പോലത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മിക്സ് ഓഫ് ആക്ടേഴ്സിനെ വെച്ചിട്ട് ഞാൻ പാടിയാണ്. പക്ഷെ എന്താ ത്രോട്ടിന് ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ ബ്രോ വിളിച്ചോണ്ടാണ് ഞാൻ വന്നത്. ഞാൻ കുറെ പേരുടെ പറഞ്ഞ് ഞാൻ പോയില്ല. സഞ്ജു അത്രയ്ക്ക് ഞാനായിട്ട് നല്ല ബോണ്ടിങ് ഉള്ള ആളാണ്. അപ്പോൾ അവൻ അതിൻ്റെ ഇതിലാണ് വന്നില്ലെങ്കിൽ അവർ എനിക്ക് കപക്കെട്ടിൽ തോന്നി ഇന്നിപ്പോൾ എനിക്ക് പോകണം, ചെന്നൈക്ക് പോകണം. അപ്പോൾ പ്രോഗ്രാമിനെ അത് ബാധിക്കില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പാടിയാണ്. വേറൊരു അവസരത്തിൽ ഉറപ്പായിട്ടും ഞാൻ പാടാതെ ഞാൻ പ്രോമിസ് ചെയ്ത് വിത്ത് വീഡിയോ കേട്ടോ, ഉറപ്പായിട്ടും ഞാൻ പാടാം. എല്ലാ സാധനങ്ങളും പാടിത്തരാം. ഇപ്പം ബെസ്റ്റ് ആക്ടർ അവാർഡ് 8ൽ ലഭിച്ചിട്ടുണ്ടല്ലോ, ബെസ്റ്റ് ആക്ടർ അവാർഡ്. സോ ഇനിയിപ്പോൾ ആക്ടിങ് എന്നുള്ളൊരു ഇത് നോക്കുമോ അതോ ബിഹൈൻഡ് ദ ക്യാം മാത്രമായിരിക്കുമോ? ഞാൻ പറഞ്ഞു നല്ല കിട്ടിക്ക് ഞാൻ പോകും. അഭിനയിക്കാനൊക്കെ ചാൻസ് കിട്ടി ആരാണ്. ഞാൻ ആർഷിക്കടുത്ത് ചുമ്മാ പോയി ചോദിച്ചാൽ എനിക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ചുമ്മാ നമ്മൾ ചോദിക്കുമല്ലോ, മുടക്കൊന്നുമില്ലല്ലോ. ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു ഉണ്ട്, അർജുൻ അശ്വൻ്റെ ഒരു ചെറിയ സാധനം ഉണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഞാൻ അഭിനയിക്കുന്നത്. നല്ല സാധനം ഞാൻ ചെയ്ത വൃത്തിയുടെ ആവൂരെന്ന് ഉറപ്പുണ്ടെങ്കിൽ കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ട് അഭിനയിക്കും. ഈ ഡബിങ്ങിന് മെയിനായിട്ട് ആരുടെയൊക്കെ ചെയ്യുന്നത് ഇപ്പം മൂവിയിൽ? മൂവി ഇപ്പം അർജുൻ ചേട്ടൻ, അച്ചു ചേട്ടൻ, സൗബിൻ, പിന്നെ റീസെൻ്റ്ലി ഇപ്പം ചെയ്ത ഇടയ്ക്ക് പണ്ട് പൃഥ്വിരാജിൻ്റെ ഒക്കെ ഡബിങ് ഉണ്ടായി. അർജുൻ അശ്വനും സൗബിനാണ് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത്. ഇറങ്ങുന്ന മൂവിയിൽ സുമതി വളവൊക്കെ ട്രാക്ക് ചെയ്യാനാണ് ഡബ് ചെയ്ത്. സുമതി വളവ് ഞാൻ ചെയ്തത്. ഇനിയിപ്പോൾ സൗബിക്കയുടെ കൂലിയുടെ കുറേ പാച്ച് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് മലയാളം ഡബിങ്. പൃഥ്വിരാജേട്ടന് ബേസിലായിരുന്നു അവരുടെയൊക്കെ മറ്റൊരു ഐക്കോണിക് സ്മൈൽ സാധനം ഉണ്ടല്ലോ, ആ സാധനം എടുക്കാൻ പറ്റും. ചിരി ബേസിലിൻ്റെ ചിരി എനിക്ക് കിട്ടത്തില്ല. ഇതൊക്കെ കിട്ടും, പക്ഷേ ഈ പറഞ്ഞ തൊണ്ട സ്ക്രാച്ച് ഞാൻ എൻ്റെ ശബ്ദം എക്സാക്ട്ലി ഇതല്ല, കുറച്ചുകൂടെ റഫാണ്. പനി വന്നത് പനി വന്നിട്ട് 3-4 ദിവസം ഞങ്ങൾ കുമളിക്ക് പോയിട്ട് വന്നതിന് ശേഷം പനി അടിച്ചാൽ എനിക്ക്. അപ്പം എൻ്റെ ശബ്ദത്തിന് എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ചെയ്യാൻ നേരത്ത് കഫം വായിൽ തങ്ങി നിൽക്കും. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ കഴിയില്ല. പൃഥ്വിരാജിൻ്റെ ഒക്കെ ഇങ്ങനെ അത് കുറച്ചുകൂടി ഇതായിട്ട് വരും. ബേസിനാണെങ്കിൽ കുറച്ച് പോകും, പക്ഷെ അത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കഫം ഇതായി വരും. ഇപ്പോൾ കൂടുതലും ഇപ്പം ഇൻഡസ്ട്രിയിൽ നിന്ന് സപ്പോർട്ട് വരുന്ന ആരൊക്കെയാണല്ലോ ഇപ്പം മൂവി ഫീൽഡിൽ നിന്ന്? മൂവി ഫീൽഡിൽ നിന്ന് സപ്പോർട്ട് എന്ന് പറയുന്നത് നാദർഷിക്ക, അർജുൻ അശ്വൻ ചേട്ടൻ, അച്ചു ചേട്ടൻ എല്ലാം ഭയങ്കര സപ്പോർട്ട് ചെയ്യും. പിന്നെ വിഷ്ണു ചേട്ടൻ, വിപിൻ ചേട്ടൻ. അത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വരുവാണെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണത് ഹിഫ്രാസ്. അറിയോ? കാസർഗോഡുള്ള സ്റ്റൈലായിട്ടൊക്കെ കണ്ടന്റ് ചെയ്യണം. കേട്ടിട്ടുണ്ട്. ഹിഫ്രാസ് ഇപ്പു 1 മില്യൺ ഫോളോവേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഹിഫ്രാസ്. അല്ല കൊല്ലത്തെ കുറച്ച് ഗ്യാങ്സ്, VQ വ്ളോഗ്സ്, സിജോ സാജൻ, സോഡ്ജ്, അങ്ങനെ അവരുമായിട്ട് ഭയങ്കര ബോണ്ടിങ്ങാണ്. അവന്മാർ എന്നെ എപ്പോഴും ഇതുപോലെ എൻ്റെ വീഡിയോസൊക്കെ വന്ന് അവന്മാരുടെ അടുത്ത് സപ്പോർട്ട് ചെയ്യും, ഷെയർ ചെയ്യും. റിഷാദ് വയനാടുള്ള റിഷാദൊക്കെ ടിക്ടോക്ക് ഭരിച്ചുകൊണ്ടിരുന്ന റിഷാദ്. പിന്നെ അജ്മൽ ഖാൻ, ഫേസ്ബുക്ക് തരംഗം, അജ്മൽ ഖാൻ, അജൂക്കൊക്കെ നമ്മുടെ എല്ലാ വീഡിയോസും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. സ്റ്റേജ് ഷോസിലൊക്കെ ഓരോ പരിപാടികൾ ചെയ്യുമ്പോൾ നമുക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ഇഷ്ടംപോലെ. ഞാൻ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്കയുടെ പ്രിയപുത്രൻ ദുൽഖറിൻ്റെ ശബ്ദം ചെയ്യാന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പറ്റിപ്പോയതാ. അതുപോലെ സ്റ്റേജിൽ കയറിയിട്ട് നല്ല പനിയെ കടിച്ച് ഒരു ദിവസം സമയത്ത് സ്റ്റേജിൽ വെച്ചിട്ട് സ്പോട്ട് ഡബിങ്ങിൻ്റെ വിഷ്വൽ മറന്നുപോയി. 2 അബദ്ധങ്ങളെ വന്നിട്ടുള്ളൂ, വേറെ ഒന്നും വന്നിട്ടില്ല. അല്ല ഡയലോഗ് മറന്നു പോകും, അങ്ങനത്തെ പരിപാടി ഇഷ്ടംപോലെ പറ്റും. ഡയലോഗ് മറന്ന നേരത്തെ നമ്മൾ ആക്കിയിട്ടൊക്കെ പോകും. അത് പല സ്റ്റേജിലും പറ്റിയിട്ടുണ്ട് ഡയലോഗ് മറന്നു പോകുന്നത്. അത് ഒരു തരത്തിൽ വേറൊരു സ്ഥലത്ത് പെട്ടെന്ന് നമ്മൾ വേറൊരു സംഭവത്തിനകത്തേക്ക് മാറാൻ നേരത്തുള്ളൊരു പ്രശ്നമാണ്. ഒരു വിഷ്വൽ എടുത്തിട്ട് ഇപ്പോൾ കുഞ്ചാക്കോൻ ഇന്നൊരു വിഷ്വൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ വേറെ വിഷ്വലാക്കുമ്പോഴേക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നം, അത്രേ ഉള്ളൂ. ഇത്രയും ഡയലോഗ്സ് എങ്ങനെയാണ് പെട്ടെന്ന് പഠിച്ചിരിക്കുന്നത്? അതറിയില്ല ഇപ്പോഴും. അത് എന്നോട് തന്നെ ചോദിക്കും എങ്ങനെ ഓർത്തിരിക്കുന്നത്. ഇന്നലെ തന്നെ ഞങ്ങൾ വൈക്കത്തമ്പലത്തിൽ പോകും. ഞങ്ങളെപ്പോഴും ഞാനിങ്ങനെ ഫോൺ ചെയ്ത് വന്നപ്പം വഴിയിൽ നിന്ന് ഷർട്ട് ഊരി അകത്തേക്ക് കയറിട്ട ഊരുണ്ടേ എന്ന് വെച്ചാൽ ഞാൻ അപ്പം ഇവനോട് നീ എന്നെ കാണിക്കുന്നത്. അപ്പം ഫോണിലാണ്. അപ്പം ഞാനിങ്ങനെ അല്ലാതെ ഞാൻ അമ്പലത്തിൽ എണ്ണ മേടിക്കേണ്ട ഓർമ്മ കയറിയാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ മറന്നു പോയതാ. അതൊക്കെ പെട്ടെന്ന് മറന്നു പോകും. പക്ഷെ ഇതിനകത്തൊക്കെ നേരത്തൊന്നും മറക്കത്തില്ല, ഇങ്ങനെ ഓർത്തിരിക്കും. ഒരു വട്ടം പഠിച്ചാൽ മറന്നു പോകണത് വളരെ കുറവാണ്. അതുകൊണ്ടായിരിക്കാം മേ ബി. പഠിക്കുമൊന്നുമില്ലായിരുന്നു, അതിൻ്റെ ഇതൊന്നും അല്ല. അല്ലാണ്ട് തന്നെ ഇതിനകത്ത് ദൈവം തന്നൊരു കഴിവ് അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഓർമ്മശക്തി ഉണ്ട് ഇതിനകത്ത്, വേറെ ഒന്നുമില്ല. ഇപ്പം ഈ വൈക്കത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ വൈക്കത്ത് നിങ്ങളുടേതായിട്ടുള്ളൊരു ഗ്യാങ്ങും സംഭവങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം
അപ്പോൾ അതിനെക്കുറിച്ച് പറയാനുണ്ടല്ലോ. ഞങ്ങളുടെ അധ്യക്ഷൻ മുഹമ്മദ് ഷിഫാസ് നയിക്കുന്ന V4 വൈക്കം ഞങ്ങളുടെ ടീമാണ്. അത് 2019 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ടീമാണ്. ഞങ്ങൾ ഒരേ ആഗ്രഹത്തിൽ പോണ കുറേ ചെറുപ്പക്കാരുള്ളൊരു ടീമാണ് V4 വൈക്കം സിനിമ അൾട്ടിമേറ്റ്. സത്യം പറഞ്ഞാൽ ഞാൻ മിമിക്രി കിട്ടുന്ന മിച്ചം കിട്ടുന്ന പൈസ ബാക്കി വെച്ച് ഒരാൾ ടൈല് പണിക്ക് പോയിട്ട് ആ പണിയിൽ നിന്ന ബാലൻസ് പൈസ വെച്ച് ഒരാളുടെ ഓട്ടോമൊബൈൽ പാർട്സിൻ്റെ അവിടെ പോയി കടയിൽ നിന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സാലറിയുടെ ബാക്കി വെച്ചിട്ടൊക്കെ റൺ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പോഴും ലോൺ അടച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ 3 രൂപ അതിൻ്റെ. അതുപോലെ ഒരു ഷോർട്ട് ഫിലിം ഇപ്പം പുതിയതായിട്ട് ഓണാകാൻ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ ടീമിൽ 35 പേരുണ്ടെങ്കിൽ ആ 35 പേരും പിരിവിട്ടിട്ട് ഒരു ഇനിഷ്യൽ എമൗണ്ട് ഉണ്ടാക്കും. ആ ഇടുന്ന 35 പേര് ചിലപ്പം ഒരു 30 പേര് അഭിനയിക്കാൻ ഉണ്ടാവില്ല, പക്ഷെ അവരത് ഇടും. കാരണം ഇത് ഒരാളെ രക്ഷപ്പെട്ടാൽ നാളെ അതെല്ലാവരെയും അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരത് സഹായിക്കും എന്നുള്ളൊരു മൈൻഡിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു ഈഗോ ഇല്ലാത്തൊരു 10-40 പേരുള്ള ഒരു ടീമുണ്ട് V4 വൈക്കം. എൻ്റെ ലാസ്റ്റ് വർക്ക് ഞങ്ങളിപ്പോൾ മാടനും മറുതെന്ന് പറഞ്ഞ് ചെയ്തു, രാജേഷ് കടവന്തരനെ വെച്ചിട്ട് ചെയ്തു. നല്ല ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ വേറെ ഒന്നും വരാൻ പോകണം. 35 പേരാണോ? ഞങ്ങൾ 35-40 പേർക്ക് എടുത്തുണ്ട്, പെണ്ണുങ്ങളും ആണുങ്ങളും അടക്കം. പല ടൈപ്പ് ഓഫ് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്, കുട്ടികളുണ്ട്, ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. നല്ല രസമാണ്. ഞങ്ങൾ വൺസിൻ്റെ വേണ്ടി ഞങ്ങൾ കൂടും. ഇതിപ്പം നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നോ അതോ ഇതിനുവേണ്ടി ഇതിനു വേണ്ടി? ഇതിനുവേണ്ടി കണ്ട് കണക്റ്റഡ് ആയതാ. ഇത് 10-60 പേരുണ്ടായിരുന്നു, കുറേയൊക്കെ ഫിൽട്ടറായി പോയി. നമുക്ക് കിട്ടേണ്ട കറക്റ്റ് 35-40 പേര് നമ്മളോട് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഞങ്ങൾക്കൊരു പടം ചെയ്യുന്ന ക്രൂ ഞങ്ങളോട് ഉണ്ട്. എല്ലാം പഠിച്ചല്ലായിരുന്നു, ഡയറക്ഷൻ പഠിച്ചു, പൂർണ്ണമായിട്ടല്ല, അത്യാവശ്യം പരിപാടിയൊക്കെ നമുക്ക് ചെയ്ത് ഒപ്പിക്കാൻ പറ്റും. അങ്ങനെ ആയി എല്ലാവരും. അത് കമ്മിറ്റി ഓരോ വാർഷിക കമ്മിറ്റികൾ മാറി മാറി വരും. ഓരോ പ്രസിഡന്റ് എലക്ഷൻ ത്രൂ തന്നെ പ്രസിഡന്റ്, സെക്രട്ടറി, അങ്ങനെ ഇതിൽ സംഘടന ഞങ്ങളെ സംഘടന ഐഡി കാർഡ് ഒക്കെ ഉണ്ട്. കാരണം അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണം, അത് നല്ല കാര്യമുള്ളൂ. അപ്പം ഞങ്ങൾ എല്ലാം സ്റ്റാർട്ടിങ്ങിൽ ചിട്ടയോട് പോകുന്നത്. അതെ അതെ അതെ. ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള 2-3 പേര് മിടുക്കന്മാർ, പിടിച്ച് ചിലവാക്കുന്ന 3 പേരെ പിടിച്ചിട്ട് അതിനകത്തിട്ട്, അപ്പം ഫണ്ടിൻ്റെ എക്സ്പെൻസ് കുറയുമല്ലോ. അങ്ങനെ ക്രിയേറ്റീവ് സപ്പോർട്ട് ഞങ്ങളോട് ചേട്ടന്മാർ മാറി മാറി നിൽക്കും. ഇത്തവണ അവരാണ് മോളിൽ കയറിയിരിക്കുന്നത് എല്ലാത്തിലും ഭരണത്തിൽ. അതുകൊണ്ട് രസമാണ്. കമ്മിറ്റി എത്രത്തോളം ഒരു ഷോർട്ട് ഫിലിംസ് പരിപാടിയൊക്കെ പോയിട്ടുണ്ട്? ഇപ്പം നിലവിൽ നേരത്തെ വരിച്ച് ചെയ്യണമെന്നുള്ള മൂടി നിൽക്കുമായിരുന്നു. ഇപ്പം ചെയ്യുന്ന നല്ലതെങ്കിൽ ഒരെണ്ണം ചെയ്യാന്നുള്ള രീതിയിൽ ബഡ്ജറ്റ് മുടക്കും, അങ്ങനെ ചെയ്യാന്നുള്ള രീതി. ഇപ്പം ഒരു സാധനം വരാൻ നിൽക്കുന്നുണ്ട്, 23 പൈസ എന്ന് പറഞ്ഞ സാധനം. അത് ഷിഫാസ് ഞങ്ങൾ 5 പേര് വെച്ചിട്ട് ചെയ്യാനുണ്ട്. അതൊക്കെ തന്നെ. V4 വയ്ക്കുന്ന പേര് മാത്രമേ ഉള്ളൂ. ആൾക്കാർ പലരും പല സൈഡിൽ നിന്ന്, 3 പേര് കുമളി, 2 പേര് എറണാകുളം, ഒരാൾ എരുമേലി, കോട്ടയം, അങ്ങനെ പല ഭാഗത്തു നിന്നുണ്ട്. പക്ഷെ ഞങ്ങൾ വൈക്കത്ത് വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് V4 വയ്ക്കുന്ന പേരിട്ടതാണ്. ഇതിൻ്റെ ഈറ്റില്ലം അല്ലെങ്കിൽ ആ ഒരു സാധനം, അതാണ് അത്രേ ഉള്ളൂ. പല സ്ലാങ്ങുകൾ ഹാൻഡിൽ ചെയ്യാറുണ്ടല്ലോ, ഇപ്പോൾ പല ആൾക്കാരും പല ഇതാണ്. അപ്പം കുറച്ച് ആക്ടേഴ്സിനെ വെച്ചിട്ട് പല സ്ലാങ്ങിൽ, കേരളത്തിലെ തന്നെ പല സ്ലാങ്ങിലൊരു സാധനം പിടിക്കുക. എങ്ങനെയൊക്കെ ഒരു ഡയലോഗ്? ഒരു ഡയലോഗ് തന്നെ പല ആൾക്കാരെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരാളെ ആണെങ്കിലും പല സ്ലാങ്ങിൽ. കേരളത്തിലിപ്പം തൃശ്ശൂരിലെയും കോഴിക്കോട്ടെയും തിരുവനന്തപുരത്തൊക്കെ വേറെ വേറെയാണ്. സുരാജേട്ടൻ പറഞ്ഞേക്കാം എന്തരടേ എന്ന് പറഞ്ഞ കേൾക്കുമ്പോൾ അത് തിരുവനന്തപുരത്ത് പ്രോപ്പർ സ്ലാങ് അല്ലെന്ന് പറഞ്ഞേക്കാം. കൊല്ലത്തേക്ക് വരുന്ന നേരത്തും അങ്ങനെ തന്നെയാണ്. കൊല്ലത്തും ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ സാധനം അവർ പറയാറില്ല. കൊല്ലം പക്ക ഇതായിട്ട് തന്നെ സംസാരിക്കുന്നത്, നമുക്കറിയാവുന്ന ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട്. പിന്നെ കുറച്ച് മാറ്റത്തിൽ സംസാരിക്കുന്ന കണ്ണൂർ, കാസർഗോഡ് സൈഡ്. കാസർഗോഡ് എനിക്കൊന്നും ഇപ്പോൾ വിളിക്കുമ്പോൾ കേഡ്രാ എന്ന് പറഞ്ഞ് ഒന്നും മനസ്സിലാവില്ല, തെറിയാന്നൊക്കെ തോന്നും ചില സമയത്ത്. എടുത്തു ആകെ ചോദിച്ചു, നമുക്ക് കിട്ടത്തില്ല. വയനാടും കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. പാലക്കാട് രസമാണ്, കേട്ടിരിക്കാൻ രസമാണ് പാലക്കാട്. ആയി ഏട്ടാ എപ്പോ വന്നു നിങ്ങള് എന്ന് പറഞ്ഞ നല്ല രസമായിട്ട്. ഇത് പാലക്കാട് നമ്മുടെ 1000 ബേബീസ് അത് കിടിലായിട്ട് പോയേക്കുന്ന സാധനം. പാലക്കാട്. പിന്നെ എറണാകുളത്ത് നമ്മളിപ്പം പണ്ട് കളിയൊക്കെ എന്താണ് മച്ചാനെ സീന, പക്ഷെ അങ്ങനെയല്ലല്ലോ എറണാകുളത്ത് പക്കയിലല്ലോ. പക്ഷെ ഇപ്പൊ ഈ എനിക്ക് ബാലുചേട്ടനും അവര് സൗബിക്ക, ബാലുവർഗീസ് എനിക്ക് കറക്റ്റായിട്ട് പറയണത് അണ്ണാ എന്താ രീതിയിൽ പുള്ളി മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ ഇന്റർവ്യൂവിന് വിളിക്കുന്ന ടൈമിലാണെങ്കിലും അതിങ്ങനെ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റാനെ. ബാലുചേട്ടൻ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സൗബിക്ക് എന്നെ കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം റോസാപ്പ് എന്ന് പറഞ്ഞ പടം ഫസ്റ്റ് പടം ഞാൻ റോസാപ്പ് ഡബ് ചെയ്യുന്നത്. റോസാപ്പ് എന്ന് പറഞ്ഞ പടം ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇത് സ്റ്റുഡിയോ സൗണ്ട് എഞ്ചിനീയർക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം ഞാനത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റും, പക്ക പെർഫെക്റ്റ് ആയിട്ട് ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ബാലുചേട്ടൻ പെട്ടെന്ന് കയറി വന്നു. അപ്പോൾ ഓഡിയോ റൂമിൽ ഞാനുണ്ട്. അപ്പം തുടങ്ങിയ ആൾ പറഞ്ഞു സൗബി വന്നാ പറഞ്ഞ്, ഡയറക്ടർ പറഞ്ഞു സൗബി വന്നടാ. അപ്പം എന്നെ കാണാൻ പറ്റത്തില്ല. അപ്പം ഞാൻ സീൻ ഡബ് ചെയ്തിരുന്നപ്പം
ഞാൻ അവനൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി അകത്തേക്ക് കയറുന്നപ്പം ഞാൻ ഡോർ തുറന്നപ്പോഴൊക്കെ ഇങ്ങനെ ഓ സോറിടാ മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ചേട്ടാ ഞാൻ ഡബ് ചെയ്യുന്നു പറഞ്ഞു പോണോ തിരി ഈ സാധനം ചേട്ടാ ഞാൻ അപ്പോൾ പുള്ളിൻ്റെ അടുത്ത് നിന്ന് ഡബ് ചെയ്തപ്പോൾ പുള്ളി ഇതിങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ സൗബിനെ അയച്ചു കൊടുത്ത് അത് നിന്റെ ഇത് ചെയ്യുന്നു പറഞ്ഞു. കാരണം പുള്ളി ആ സൗബിക്ക് ഫസ്റ്റ് കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഭയങ്കര അർജുൻ ചേട്ടൻ അർജുൻ എന്ന് പറഞ്ഞാൽ അർജുൻ ചേട്ടൻ ഇങ്ങനെ വഴിയിലൊക്കെ വെച്ച് കാണാൻ നേരത്ത് ഞാൻ കുറേ പേരൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ നിൽക്കണേ ഞാനിങ്ങനെ അവരോടൊപ്പം അഭിനയിച്ചിട്ടൊക്കെ ചേട്ടാ ഒരു ഫോട്ടോ എന്നൊക്കെ പറയാൻ നേരത്ത് അപ്പോൾ എടോ തീര് എന്താ നിനക്ക് അങ്ങനെ തമാശ കളിക്കണടാ ആ പക്കാ സാധനം ഉണ്ട്. എനിക്ക് പറഞ്ഞാൽ പള്ളുരുത്തി സൈഡിലേക്ക് പോകണോണ്ട് ആ ഒരു ഇച്ചിരി കൂടെ നീട്ടമുണ്ട് അർജുൻ ചേട്ടൻ സ്ലാങ്ങിന്. പുള്ളി പുള്ളി ഞാൻ ഒരു ഖത്തർ ഷോയ്ക്ക് പോയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ നോൺ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ്. അപ്പം ഷോ ക്യാൻസലായിപ്പോയി. എല്ലാവരും സിനിമാടന്മാരും നടിമാരും അവർ നടുക്കുപോയി പെടുന്നൊരു അവസ്ഥയുണ്ട്. നമ്മൾ ഞാൻ ആദർശിക്കാട് അസിസ്റ്റൻ്റായിട്ട് പോയത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അന്നാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ കോരി തരിച്ച് നിന്നു പോകുന്ന സാധനം. ദിലീപേട്ടൻ ഓൾറെഡി കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ദിലീപേട്ടൻ ഇങ്ങനെ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചൊക്കെ വർത്താനൊക്കെ പറയുന്നത് സ്റ്റീഫൻ ദേവസി അതിൽ നിന്ന സമയത്ത് പെട്ടെന്ന് ആൻ്റണി പെരുമാർ വലിയൊരു ഹാളാണ്. ആൻ്റണി പെരുമാർ ചെയ്തിട്ട് ഓൾ ക്ലിയർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മാറി അപ്പം തന്നെ. അപ്പം ഞാൻ ഇറങ്ങുമ്പോൾ ഇരിക്കണേ ഇവിടെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഒരു വരവുണ്ടായിരുന്നു എൻ്റെ പൊന്ന്. ഞാൻ ലാലേട്ടൻ്റെ ഫസ്റ്റ് കാണുന്ന അവളാണ് ഖത്തറിൽ. ലാലേട്ടൻ, മമ്മൂക്ക ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ഇത് 2020 ഷൂട്ടൊക്കെ നടക്കുന്നൊരു വൈബ്. എല്ലാവരും നമ്മൾ കാണുന്നവരെ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിൽക്കുക. മമ്മൂക്ക വന്ന് കയറി ജസ്റ്റ് തിരിച്ചുപോയി. ലാലേട്ടൻ അവിടെ നിന്ന് മിനിറ്റുകൾക്കുള്ളിൽ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് അത്ര ആൾക്കാരോട്ട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. എനിക്ക് ഫോട്ടോ കിട്ടി. ഞാൻ ആ സമയത്ത് ഫോട്ടോ എന്ന് പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു വണ്ടർ. എന്തുകൊണ്ട് ഇപ്പോഴും നിൽക്കുന്നൊരു റീസൺ ഉണ്ടല്ലോ, സ്കില്ല് അത്രയ്ക്ക് ഉണ്ട് പുള്ളിയുടെ, ഒരു രക്ഷയില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയതാണ്. അപ്പം അന്ന് ആ ഷോ ക്യാൻസലായി പോയ സമയത്ത് എല്ലാവരും പല പല വഴിക്ക് പോയി. അപ്പം തിരിച്ച് കാലിക്കറ്റാണ് എനിക്ക് നാശിക്കും ഫ്ലൈറ്റ്. അപ്പം ഫ്ലൈറ്റ് മിസ്സായി. എനിക്ക് ടിക്കറ്റ് കിട്ടില്ല. അപ്പം ഞാനോട് നീ 3 ദിവസം അവിടെ നിൽക്കണം. അപ്പോൾ ടിക്കറ്റൊക്കെ ക്യാൻസലായി. അപ്പോൾ എല്ലാവരും ടിക്കറ്റ് എടുക്കും, പേടിക്കണ്ട, സേഫായിട്ടേക്ക്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടത്തുന്ന പരിപാടിയാണ്. ഞാനപ്പോൾ ആ ഹോട്ടലിൽ പോയിട്ട് ഇനി 3 ദിവസം ആ റൂം, അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കണം എന്ന് പറയുന്ന സമയത്ത് അർജുൻ ചേട്ടൻ്റെ ചേച്ചീനെ ഖത്തറിലാണ് സെറ്റിലായിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതിന് മുന്നേ പടത്തിൻ്റെ പ്രൊമോഷനെ പോയിട്ട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ശ്രീകുട്ടി ചേച്ചി ഇങ്ങനെ ഇവർ വന്ന് അർജുൻ ചേട്ടനെ പിക്ക് ചെയ്തിട്ട് പോകാൻ നേരത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനവിടെ നിൽക്കും. എൻ്റെ ആറ്റയെ കൊടുത്ത് വിട്ട് എന്നോട് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങ് വാ നമുക്ക് പോവാം. ഞാൻ ഇല്ല കേട്ടോ പറഞ്ഞപ്പോൾ ആ 2 ദിവസം ഞാൻ അവരുടെ അടുത്തായിരുന്നു. ഞാൻ അവരോട് ആയിരുന്നു. എന്നെ അതുപോലെ ഒരു അനിയനെ പോലെ കൊണ്ട് നടന്ന് ഷോപ്പിങ്. കാരണം ഞാൻ അത്രയും ഫ്രീ ആയി ആ സമയത്ത്. കാരണം ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് നിന്ന സമയത്ത് എന്നെ കൊണ്ടുപോയി നമ്മൾ ഫ്രീ ആക്കി എടുത്ത. പിന്നെ കുഞ്ഞുമായിട്ട് ഞാൻ ഇപ്പോഴും നല്ല കൂട്ടാണ്. ഇനി പിള്ളേരോട്ട് ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടം. പുറത്തല്ലേ, നമ്മളൊന്നും നോക്കത്തില്ല. അങ്ങനെ ആ സമയത്ത് തൊട്ട് അർജുനായിട്ട് ബോണ്ടിങ് അപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. അത് മാറിയിട്ടില്ല. ഞാൻ 7 വർഷം മുന്നേ കണ്ടാ പുള്ളിനെ. പക്ഷെ അന്നും ഇന്നും പുള്ളി അതേ മീറ്ററിൽ ഇങ്ങനെ ഫുൾ ടൈം ഓണായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് ആ ചിൽ മൂഡിൽ കൊണ്ടുവരണമെന്നുള്ള 2 പേരാ, ബാലുചേട്ടനും അർജുൻ ചേട്ടനും. അവർ രണ്ടും ഒരുമിച്ചൊക്കെ വന്നിരുന്നു ഞാൻ കണ്ടന്റ് വേറെ ലെവലിൽ പോകും. കാരണം എൻ്റെ അടുക്കെ കാരണം നമ്മുടെ സുമതി വള്ളവിൻ്റെ ടൈമില് ബാലുചേട്ടൻ പറഞ്ഞു ഞാൻ അച്ചുവിന്റെ ഡേറ്റ് ഒന്ന് നോക്കട്ടെ. അച്ചുവിന്റെ ഡേറ്റ് നോക്കി അവർ ആ സമയത്തുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ 2 കൂടെ വരാം എന്ന് പറഞ്ഞു. പക്ഷെ ആ ടൈമിൽ നല്ല ക്ലാഷും എല്ലാം. ലാസ്റ്റ് ടൈമിൽ പ്രൊമോഷൻ ഭയങ്കര ഓട്ടമായിരുന്നു. അഭിലാഷ് ചേട്ടനല്ല കഴിഞ്ഞ ദിവസം ഇവിടെ അർജുൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്തല്ല, നമ്മുടെ അല്ല, വേറെ ഗദ്ദാഫിയുടെ ഒക്കെ ഷോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അർജുനന്റെ മറ്റേ ഇതിന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചത്താപ്പച്ചൻ. അത് കഴിഞ്ഞില്ലല്ലോ. ഇല്ല, കഴിഞ്ഞില്ല. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്ത് ചെയ്യാവുന്നതിനോടൊരു 1 month മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമില് ഞാൻ വിളിക്കണേ. അത്യാവശ്യം നല്ലോണം പുള്ളി കണ്ടന്റ് ഒന്നും വേണ്ടല്ലോ. പുള്ളി ചുമ്മാ വർത്താൻ പറഞ്ഞ കണ്ടന്റ് അല്ലേ. ഇതേ സെയിം ആ ഒരു മൂഡ് തന്നെയാ ബാലുചേട്ടനും. അതുകൊണ്ട് എനിക്ക് കൊണ്ടുവരും. അപ്പം ഞാൻ ആ ടൈമിൽ എനിക്ക് നല്ലൊരു എക്സൈറ്റിംഗ് ഉണ്ടായിരുന്നു. 2 പേരും കൂടെ വരുവാണെങ്കിൽ പൊളിക്കും എന്നുള്ള സാധനം. കാരണം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് മൂവി അല്ലെങ്കിൽ അതിന്റെ ബാക്ക് സൈഡ്? മൂവി തന്നെ പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിനിമ കണ്ടാൽ ഞാൻ ഒരിക്കലും റിവ്യൂ പറയത്തില്ല.
നമ്മൾ മൂവിയിലേക്ക് പോകാൻ നിൽക്കുന്ന ആളായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു പടം നന്നായിട്ട് എഴുതിയ ഒരാളായിരിക്കും, ഡയറക്ഷൻ്റെ മിസ്റ്റേക്കിൽ അത് പോകാം, ചിലപ്പോൾ നന്നായിട്ട് മേക്ക് ചെയ്ത പടമായിരിക്കും, പക്ഷേ സ്ക്രീൻ പ്ലേ ചിലപ്പോൾ അത് അലമ്പായി പോകാം. നന്നായിട്ട് എല്ലാം വൃത്തിയായിട്ട് ചെയ്തപ്പം അതിനകത്ത് ആക്ടിങ്ങിൻ്റെ ഇതിൽ വരാം, അപ്പം പല പോരായ്മകൾ വരും. പക്ഷേ അതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഫിലിം മേക്ക് ചെയ്യണം. എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് വൈക്കം ബേസ് ചെയ്തിട്ട് എനിക്കൊരു സിനിമ എഴുതുന്നത്. ഞാൻ എപ്പോഴും പറയും, ആ പടമൊക്കെ ചെയ്യാണ്ട് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒന്നും സ്വസ്ഥത്തോട് കൂടാ, അലഞ്ഞ് തിരിഞ്ഞ് ഞാൻ നടക്കും.